മാഡം അത് ഇല്ല, ഇപ്പൊ ഒന്നും തന്നെ ഇല്ല സർദാർ, ഒന്നുമില്ല. ഞാൻ ചോദിച്ചത് ഡിന്നറിന് എന്തെങ്കിലും ഉണ്ടാക്കിക്കോ, എനിക്കൊന്നും കഴിക്കാൻ വേണ്ട. മാഡം എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് മീറ്റിംഗ് അടുത്ത ആഴ്ചയായിരുന്നു. അത് പ്രീപോണ്ട് ചെയ്ത് നാളത്തേക്ക് മാറ്റി. ഇനി നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് റിപ്പോർട്ട് തയ്യാറാക്കണം. പെട്ടെന്നൊന്നും നടക്കില്ലെന്ന് മാഡം അങ്ങ് തുറന്നു പറ. സംശയമുണ്ടോ? അയ്യോ ഇല്ലില്ല, അത് നടക്കില്ല. ഞാൻ ആ റിപ്പോർട്ട് ഇന്ന് തന്നെ തയ്യാറാക്കണം. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് റിപ്പോർട്ട് റെഡിയാണെന്നാ. അഥവാ റിപ്പോർട്ട് റെഡിയാണെങ്കിൽ മാഡം രാത്രി എന്താ തയ്യാറാക്കാൻ പോകുന്നേ? ഓഹോ, റിപ്പോർട്ട് റെഡി അല്ലല്ലോ. ഞാൻ വിചാരിച്ചത് മീറ്റിംഗ് അടുത്ത ആഴ്ചയല്ലേ, പിന്നെ റിപ്പോർട്ട് തയ്യാറാക്കാന്ന് കരുതിയത്. പക്ഷെ മീറ്റിംഗ് നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഓഹോ, അതുകൊണ്ട് പ്ലീസ് 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 എനിക്ക് ജോലി ചെയ്യണം. പക്ഷെ രാത്രി മുഴുവൻ ഇരുന്ന് റിപ്പോർട്ട് തയ്യാറാക്കാന്ന് പറഞ്ഞ നടക്കാത്ത കാര്യമാണ്. മാഡം, ഞങ്ങൾ മാഡത്തിന് ഹെൽപ്പ് ചെയ്യാം. മൊത്തം ഡേറ്റാസും കാൽക്കുലേഷൻസുമാണ്. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് വേണ്ടി ഇത്രയും മാത്രം ചെയ്താൽ മതി. എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കൂ. മാഡം വല്ലാത്ത ടെൻഷനിലാണ്. അതെ, അതുകൊണ്ട് മാഡത്തെ നമ്മൾ കൂടുതൽ ടെൻഷൻ ആക്കാതെ നോക്കണം. മാഡത്തിന്റെ ജോലി ചെയ്യട്ടെ. സംശയമുണ്ടോ? മാഡത്തിന്റെ ജോലി മാഡം നന്നായിട്ട് തീർത്താ മതിയായിരുന്നു. അതിനുവേണ്ടി മാഡത്തിന് ഇന്ന് ഞങ്ങൾ കാവലിരിക്കും. എപ്പ തീർക്കും? എങ്ങനെ 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 തീർക്കും? എന്താ ചെയ്യുന്നത്? ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്താ ഈ ചെയ്യുന്നേ? മാഡത്തിന് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഞാൻ മാഡത്തിന് ഡിന്നറിന് വേണ്ടിയിട്ട് ചോറുണ്ടാക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. ശബ്ദം ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്ക്. ഹണി, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി കുക്കറിന്റെ ശല്യം ഉണ്ടാവില്ല. അല്ല, ഈ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് കുക്കർ നേർന്ന് വിസിലടിക്കുന്നേ. ഓ, എന്താ ഇത്? എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? മാഡം അത് ചോറാണ്, അതായത് കുക്കർ. ഒന്നും ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. പിസ്സ ഓർഡർ ചെയ്താൽ മതി. ഓ എന്റെ അമ്മച്ചി, എന്റെ കൈ ആകെ പൊള്ളിപ്പോയി. എന്നിട്ട് മേഡം അത് നോക്കിയത് പോലും ഇല്ല. അത് കുഴപ്പമില്ല ഹണി, മാഡം ഭയങ്കര ടെൻഷനില്ല. സംശയമുണ്ടോ? മേഡം അവിടെ ജോലി ചെയ്യുന്നത് കണ്ടോടെ നീ എന്താ ടി വി ഓണാക്കി വെച്ചിരിക്കുന്നേ? അതെനിക്കറിയാം. ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് കാർട്ടൂൺ കണ്ടോളാം. വേണ്ട, ഇവിടെ ആരും ടി വി കാണണ്ട. ബണി, കറണ്ട് പോയിരിക്കയാണ്. ഫീസ് ഒന്ന് ചെക്ക് ചെയ്യൂ. ശരി മാഡം. എടാ കഴുതേ, നീ എന്തായി ചെയ്തേ? മാഡത്തിന്റെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന് നിനക്ക് അറിയില്ലേ? നീ പോയി ഫ്യൂസ് നോക്ക്, ഞങ്ങൾ മാഡത്തിനെ സഹായിക്കാം. മാഡം, നിങ്ങൾ ജോലി ചെയ്തോളൂ, ഞങ്ങൾ ലൈറ്റ് കാണിക്കാം. ഓഹോ, സോ സ്വീറ്റ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, എന്നെ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. ഈ ലൈറ്റ് ഇവിടെ തൂക്കിയിട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തോട്ട് പോവാം. അപ്പൊ ഡിസ്റ്റർബൻസ് ആവില്ല മാഡത്തിന്. ഇപ്പൊ പറഞ്ഞത് ബുദ്ധിയാണ്. സംശയമുണ്ടോ? ഓഹോ ഓഹോ, ആരാ ഈ നേരത്ത് എന്റെ ഫോണിൽ വിളിച്ച് മാഡത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഓഹോ, എന്താ ഈ കാണിക്കുന്നത്? ലാപ്ടോപ്പ് പൊട്ടിപ്പോവില്ലേ?
കറണ്ട് വന്നല്ലോ. ഇനി പുറത്തു പോ, എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കേ. ശരിയായി ഹണി, ഇനി മണ്ടത്തരൊന്നും കാണിക്കല്ലേ. നമുക്കൊരു സിനിമ കാണാൻ പോയിട്ട് വരാം. വാ, ഞാൻ നിങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. അടി കൈ. അയ്യോ, അബദ്ധത്തിൽ പോലും കൈയടിച്ചേക്കല്ലേ, മേഡം ഭയങ്കര ടെൻഷനിലാണ്. അത് ശരി, മിസ് കാർക്കർ ടെൻഷനിലാണോ? അതെന്താ? ഞാൻ നോക്കിയിട്ട് വരാം. സാറിന് അകത്തോട്ട് പോകാൻ പറ്റില്ല. സംശയമുണ്ടോ? കൊറോണ വൈറസിനെ നമ്മൾ നേരിട്ട് കാണില്ല. ഞാൻ അകത്തേക്ക് പോകും, സംശയമില്ല. റേഷനറി ഒരു കാരണവശാലും പെട്ടെന്ന് വേവില്ല. മിസ് കാർക്കർ ടെൻഷനിലാണ്. ഞാൻ മിസ് കാർക്കറിനെ കാണുന്നത് നിങ്ങൾക്ക് തടയാനാവില്ല. സാർ മാഡത്തിന് രാത്രി തന്നെ പ്രോജക്ട് തീർക്കേണ്ടതാണ്. ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, സാറും ഡിസ്റ്റർബ് ചെയ്യരുത്. ഇടിമിന്നലുള്ളപ്പോൾ ആരും പുറത്തിറങ്ങല്ലേ. ജോലി ചെയ്യുകയാണെന്ന് ആദ്യമേ പറയേണ്ടതല്ലേ. അടി കൈ. കൈയടിക്കണ്ട, മിസ് കാർക്കർ ജോലി ചെയ്യുകയാണ്. മാഡം, എന്താ ബണി? മാഡത്തിന് കോഫി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഉറക്കം വരത്തില്ല. ഓ, താങ്ക് യു ബണി. മാഡത്തിന്റെ മുടി ആരാണ് കെട്ടിവെച്ചത്? ഞാനാ കെട്ടിയത്. മേഡം വീണ്ടും ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോ ഞാൻ തന്നെ പുറകിന്ന് കെട്ടിവെച്ചത്. അങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാലേ മുടി പുറകിന്ന് വലിയുന്നത് കൊണ്ട് മേഡത്തിന് ഉറക്കമേ വരില്ല. നിന്റെ മണ്ടത്തരങ്ങൾ ഈ ജന്മം അവസാനിക്കും തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയാണോടാ മണ്ട ചെയ്യുന്നത്? എന്നാ പിന്നെ മേഡത്തിന്റെ കസേരയിലെ കുറച്ച് കാക്കകളെ കൊണ്ടിട്. അവര് കൂട്ടത്തോടെ കരഞ്ഞ മേഡത്തിന് ഉറക്കം വരില്ല. അല്ല, അതിനിപ്പോ പാതിരാത്രി കാക്കകളെ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ്? അപ്പൊ കാക്കകളെ കിട്ടിക്കഴിഞ്ഞാ നീ മാഡത്തിന്റെ റൂമിൽ കൊണ്ടു നീടുവോ? മിണ്ടാതിരിക്കെ. അവനെ എന്തിനാ വഴക്ക് പറയുന്നത്? ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഹണി ഇങ്ങനെ ചെയ്തത്. എന്റെ മുത്തശ്ശിയും എക്സാം ടൈമില് ഞാൻ ഉറങ്ങാതിരിക്കാൻ ഇങ്ങനെയാ ചെയ്യുന്നത്. ഇനി പൊയ്ക്കോളൂ, എന്നെ ജോലി ചെയ്യാൻ അനുവദിക്ക്. ഇനി മാഡത്തിന്റെ ജോലിയില് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാകാൻ പോകുന്നില്ല. ഏയ്, എങ്ങോട്ടായി പോകുന്നേ? എന്തുവാടേ ഇത്? ആ സ്റ്റോർ റൂമില് ഭയങ്കര പൊടിയാണ്. അതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി ഞാൻ ബെഡ്റൂമിൽ പോവാണ്. പിന്നെ 8 കാലികളെ കൊണ്ടുള്ള ശല്യം വേറെയും. പോകണ്ട, ബെഡ്റൂമില് മേഡം വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് മേഡത്തെ ഡിസ്റ്റർബ് ചെയ്യണ്ട. സംശയമുണ്ടോ? ഡോ, തനിക്കെന്താ? ഞാൻ അവിടെ ചെന്നൊരു പി ഊതാനൊന്നും പോകുന്നില്ല. മിണ്ടാതിരിക്കാൻ നോക്ക്. ഞാൻ അവിടെയുള്ള ഏതെങ്കിലും അലമാരയുടെ പുറകെ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. വേണ്ട, നോ അഡ്മിഷൻ. ഏയ്, എന്നെ വെറുതെ തടയാൻ നോക്കല്ലേ. എന്റെ തല ശരിക്ക് ചൂടാവുന്നുണ്ട്. പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ല, എനിക്കൊരു സംശയം. ഇത്രയും ചെറിയ തല ചൂടായാൽ എന്താ സംഭവിക്കുക? അത് ശരി. എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് അതിനകത്തേക്ക് പോകാൻ കഴിയില്ല. ഏയ്, ഞാൻ അകത്തേക്ക് ഉറപ്പായും പോയിരിക്കും. പക്ഷെ അതിനു മുന്നേ നിങ്ങൾക്കിട്ടൊക്കെ ഒരു പണി തന്നിട്ടേ പോകുന്നുള്ളൂ. ശബ്ദമുണ്ടാക്കാൻ പാടില്ല. ഞാൻ പിടിച്ചേ. ഈ തോന്നിവാസത്തിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ നിനക്കെന്താ പ്രോബ്ലം? ഇവളെന്റെ റൂംമേറ്റ് ആണ്. നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ ആരുടെ വീട്ടിലാണോ താമസിക്കുന്നത് അവരെ നിങ്ങൾ കൂടുതൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നിങ്ങൾ എത്ര സ്നേഹത്തോടെയാണ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഏയ്, മതി മതി മതി. കൂടുതൽ സെന്റി അറ്റാക്ക് ഒന്നും വേണ്ട ഇങ്ങോട്ട്. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും. ഓക്കെ, ഞാൻ അകത്തേക്ക് പോകുന്നില്ല. ഈ 8 കാലിയുടെ വല കാരണം എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. അതെ, മാഡം അവിടെ ജോലി ചെയ്തോട്ടെ. എന്റെ വല കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ സ്റ്റോർ റൂമിലോട്ട് പോയിട്ട് ഉറങ്ങിക്കോ. ഞാൻ ഉണർന്നിരുന്നോളാം. ഓ എന്റെ ദൈവമേ, ഇവിടെ ഓരോരുത്തര് സാക്രിഫൈസിന്റെ ഷോപ്പ് തുറന്നിരിക്കുവാണല്ലോ ഇവിടെ. ശരി, സമ്മതിച്ചു. ഒരു ദിവസം ഞാനും ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. രാവിലെ 5 മണിയായി. ഈ നേരത്തൊക്കെ ഞാൻ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നു.
ഹണി ബണി പോപ്പാട്ട് മാഡം താ ഉറങ്ങി. മേഡം, എഴുന്നേക്ക്. മാഡം അറിയാതെ ഉറങ്ങിപ്പോയി. ജോലി ഉടൻ തന്നെ തീർക്കേണ്ടതാണ്. സോർദാർ, ഞാൻ ജോലി തീർത്തിട്ട് പതുക്കെ ഉറങ്ങുമായിരുന്നു. അപ്പൊ അപ്പൊ ജോലി ജോലി തീർന്നോ? തീർന്നോ? ഓഹോ, താങ്ക് യു കുട്ടികളെ. നിങ്ങളില്ലാതെ എനിക്ക് ഈ ജോലി പൂർത്തിയാക്കാനേ കഴിയില്ലായിരുന്നു. You are welcome, madam. മേഡം, മേഡത്തിന്റെ മൊബൈലിലേക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഓഹോ, ഇത് ബോസിന്റെ മെസ്സേജാ. രാത്രിയില് 11:45 ഈ മെസ്സേജ് എല്ലാം അയച്ചത്. എന്ത് പറ്റി? ഓഹോ, ഇന്ന് നടത്താനിരുന്ന മീറ്റിംഗ് അടുത്ത ആഴ്ചത്തേക്ക് പിന്നെ മാറ്റി. രാത്രി മുഴുവൻ ജോലി എടുത്തിട്ട് ഇപ്പോഴാ അറിഞ്ഞത്. അതൊരു നല്ല കാര്യമല്ലേ മേഡം? ഇനി ഒരു മാസം മുഴുവനും മേഡത്തിന് അവധി എടുത്ത് വീട്ടിലിരിക്കാലോ. എങ്ങനെ? മേഡത്തിന് എന്തായാലും ഒരു രാത്രി കൊണ്ട് ഒരു മാസത്തേക്കുള്ള മുഴുവൻ ജോലിയും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഒരു മാസത്തേക്ക് അവധി എടുത്തിട്ട് പിന്നെ ഒരു ദിവസം കൊണ്ട് എല്ലാ ജോലികളും ചെയ്തു തീർക്കാം. ഹണിയുടെ ലോജിക്ക് ഹണിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സംശയമുണ്ടോ? ഓ.